എന്തിനാ കുട്ടിയുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നത്? ആ കുട്ടിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ദൈവമേ, എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയില്ല. പക്ഷെ ഇയാളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കുട്ടിയുള്ള ഒരാൾക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്തിനാ ഇത്രയും സമയം അയാളെ പറ്റി ചിന്തിക്കുന്നത്? പകരം അയാളുടെ പണത്തെ പറ്റി ചിന്തിച്ചാൽ പോരെ എനിക്ക്? ഞാൻ അയാളെ കല്യാണം കഴിച്ചാൽ അയാൾ എന്നെ ഫ്രീ ആയി വിടും. അപ്പൊ എനിക്ക് വേണ്ട സമയത്ത് ഷോപ്പിങ്ങിന് പോകാം, വേണ്ട സാധനങ്ങൾ വാങ്ങാം, വേണ്ടതുപോലെ ചെയ്യാം. രാവിലെ ഷോപ്പിംഗ് ചെയ്യാം, വൈകുന്നേരം ഷോപ്പിംഗ് ചെയ്യാം, ഉച്ചയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഇല്ലില്ല, ഇന്ന് അച്ഛൻ ഭയങ്കര ടയർഡാ മോനെ. അതുകൊണ്ട് ഇന്ന് വേണ്ട ആനക്കളി കേട്ടല്ലോ. നാളെ കളി കളിക്കാട്ടോ. നീ അച്ഛനെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ചോദിച്ചാൽ അച്ഛൻ എങ്ങനെയാ മോനെ നോ എന്ന് പറയുന്നത്? ശരി, വാ നമുക്ക് കളിക്കാം. അച്ഛന് ആനയാവാട്ടോ. ഇനി എവിടെയാ മക്കളെ ആന കൊണ്ടുപോകേണ്ടത്? കണ്ണൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഹലോ. ഓക്കെ, ശരി ശരി, ഞാൻ അവരോട് ഫോണിൽ തന്നെ സംസാരിച്ചോളാം. ഓക്കെ. ഇനി മോള് പറ, മോക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം അല്ല അച്ഛനോടാണോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടാ. അമ്മേ, എന്റെ സുന്ദരി മോള്. അമ്മേ, എനിക്ക് ഡോറയുടെ ഡോള വാങ്ങിച്ചു തരോ? എന്നെ മക്കൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ മീനോ അമ്മ വാങ്ങിച്ചു തരാട്ടോ. അമ്മയുടെ സുന്ദരി മോള്, വാ നമുക്ക് കടയിൽ പോയിട്ട് മോക്ക് വേണ്ട ഡോറ ബുജ്ജി ഡോള് വാങ്ങിട്ട് വരാം. വാ മോളെ ഗൗരി, നിന്റെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നീ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വാ. ഞാൻ നിന്റെ മുഖത്തേക്ക് മഞ്ഞളൊക്കെ അരച്ച് തേക്കാം. പെട്ടെന്ന് വാ, എന്നാലേ നിന്നെ കാണാനൊരു സുന്ദരി ഡോളിനെ പോലെ കാണും. പെട്ടെന്ന് വാട്ടോ. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മ, എനിക്ക് വേണ്ടൊന്നും വേണ്ട. പിന്നെ അവരെന്നെ ഫോർമലായിട്ട് പ്രപ്പോസൽ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഈ ബന്ധം എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. ഈ കുഞ്ഞെന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് നിന്നത്? അതും ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഈ റോഡിൽ. ഇങ്ങനെ പോയാൽ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അല്ലെങ്കിലും എനിക്ക് കുട്ടികളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്? ഒന്നുമില്ലേലും ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡല്ലേ. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കി പോകുന്നതും ശരിയല്ലല്ലോ. ഇവന്റെ അച്ഛനൊരു കഴുത തന്നെ. അല്ലെങ്കിലും ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ഇങ്ങനെ നടു റോഡിൽ ഒറ്റയ്ക്ക് വിടുമോ? ഹേ സുന്ദരക്കുട്ടാപ്പി, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നിന്റെ അമ്മ എവിടെ? മോനെന്തിനാ കരയുന്നത്? മോന് നല്ല കുഞ്ഞല്ലേ. നല്ല കുട്ടികൾ ഒരിക്കലും കരയാറില്ല. ഇവനക്ക് അവരിന് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. കുറച്ചുകൂടി കൊഞ്ചിച്ച് ഇവനൊന്ന് ശരിയാക്കി എടുക്കാം. സുന്ദരക്കുട്ടൻ എന്തിനാ കരയുന്നത്? സുന്ദരക്കുട്ടൻ കരയാനൊന്നും പാടില്ല കേട്ടോ. മോന് പറഞ്ഞു, മോന്റെ അച്ഛൻ എവിടെയാ? അച്ഛന് പാർക്കിലാണ്. മോനെന്താ ഇവിടെ ചെയ്യുന്നത്? വാ നമുക്കും പാർക്കിലോട്ട് പോവാം. വാ. ഹേയ് ചേട്ടാ, നിങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞിനെ കണ്ടോ? അവനിവിടെ ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നതോ മറ്റോ കണ്ടോ? ചെറിയ കുട്ടിയാ, നീല കോട്ടും പിന്നെ ബ്രൗൺ കളർ ഷൂ ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഇല്ല ചേട്ടാ, അങ്ങനെ ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് നടക്കുന്നത് ഞാൻ കണ്ടില്ല. അവൻ എവിടെയോ പോയിട്ടുണ്ടാവോ? ഇനി അടുത്ത സമയം അവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നില്ല, എന്തായാലും കൊണ്ടുവരുന്നില്ല. നിങ്ങളൊരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് ഇനിയിപ്പോ അടുത്ത സമയത്ത് ഇവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് പറയാൻ ഒരു നാണമില്ല താങ്കൾക്ക്? മോനെ തനിച്ചാക്കി പോയിട്ട് ഇപ്പൊ കുറ്റം മൊത്തം ഇവന്റെ മേലിലാണോ പഴിച്ചേരുന്നത്? നിങ്ങൾക്ക് എന്താ നാണമില്ല മനുഷ്യ? നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പുറത്ത് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ നോക്കണം, അല്ലാതെ പുറത്ത് കൊണ്ടിട്ട് അവിടെ ഇവിടെ കളിയല്ല വേണ്ടത്. അയ്യോ, വീണ്ടും ഇയാളോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ദൈവമേ, നീ എന്താണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്? എനിക്കെന്നെ അറിയില്ല. ഇയാൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. ഓർമ്മയില്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്താ ചെയ്യാ? അയ്യോ, ഒന്നും അറിയില്ല. ഞാൻ എന്റെ ചില ഞാൻ തന്നെ മുറിച്ച് കളയുന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? താങ്ക് യു പെങ്ങളെ, ഇവനെ എനിക്ക് തന്നെ തിരിച്ചു തന്നതിന്. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് എൻ്റെ മോനെ എങ്ങനെ നന്നായിട്ട് നോക്കാമെന്ന് അറിയാം. അല്ലാതെ താൻ പറയൊന്നും വേണ്ട കേട്ടല്ലോ. തന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. എവിടെയോ? ഇല്ല, നമ്മൾ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. ഇത് ആദ്യമായിട്ടാ കാണുന്നത്. അത് താങ്കൾക്ക് എന്നെ കാണുമ്പോൾ കണ്ടതുപോലെ തോന്നുന്നതായിരിക്കും. പക്ഷെ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. സോറി, ഞാൻ പോവാ, എനിക്ക് സമയമില്ല. ഇതെന്നാ ഇവളീ വിളിച്ചു പറയുന്നത്? ഇവൾക്ക് വട്ടാണെന്നാ തോന്നുന്നത്.